ഗസയിലേക്ക് മാനവികമായ സഹായങ്ങളുമായി പോയ ദി മെഡലിൻ എന്ന് പറയുന്ന ഒരു കപ്പൽ 160 കിലോമീറ്റർ, ഗസയിൽ നിന്നും 160 കിലോമീറ്റർ ദൂരെ വെച്ച് ഇസ്രായേൽ സൈന്യം തടഞ്ഞ് അതിലെ ആളുകളെ അവിടുന്ന് മാറ്റി ആ കപ്പൽ ഗസയിലേക്ക് പോകാൻ അനുവദിച്ചിട്ടില്ല. ഒരു കാര്യം ഉറപ്പാണ്, ആ കപ്പലിൽ ഒരായുധങ്ങളുമില്ല എന്നിവർക്കറിയാം. ആ കപ്പലിൽ യാത്ര ചെയ്യുന്നവർ ലോകപ്രസിദ്ധരായ ആളുകളാണ്. ഇന്ത്യക്കാർക്കൊക്കെ വളരെ പരിചിതമുള്ള ഒരു പേരാണ് സ്വീഡിഷ് ആക്ടിവിസ്റ്റ് ഗ്രീറ്റ തോംബർഗ്. ഗ്രീറ്റ തോംബർഗ് എന്ന് പറഞ്ഞ പെൺകുട്ടി കുറെ കൊല്ലങ്ങളായി ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന ഒരു ആക്ടിവിസം നടത്തിക്കൊണ്ടിരിക്കുക. ഈ കാലാവസ്ഥാ മാറ്റം ഉണ്ടാക്കുന്ന ദുരന്തങ്ങൾ ലോകത്തെ ബോധ്യപ്പെടുത്താൻ എല്ലാ വെള്ളിയാഴ്ചയും അവർ ഒറ്റയ്ക്ക് തുടങ്ങിയ ഒരു സമരം ഇന്ന് ലോകവ്യാപകമായി ഫ്രൈഡേ ഫോർ ഫ്യൂച്ചർ എന്ന് പറയുന്ന സമരമായി മാറിയിരിക്കുന്നു. അതുപോലെ ഒരു ഫ്രഞ്ച് ഫിസിഷ്യനുണ്ട്, ബാറ്റിസ്റ്റ എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് വൈദ്യൻ, ഡോക്ടറുണ്ട്. അതുകൂടാതെ അൽ ജസീറയുടെ ഒരു ജേർണലിസ്റ്റ് ഉണ്ട്. ബ്രസീലിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ടർക്കിയിൽ നിന്നും ഒക്കെയുള്ള ആക്ടിവിസ്റ്റുകൾ അതിൻ്റെ കൂടെയുണ്ട്. ഇവരെ ആകെ തടഞ്ഞു വെച്ച് നിങ്ങളെ പോകാൻ സമ്മതിക്കില്ല. ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം അൽ ജസീറയുടെ ഒരു റിപ്പോർട്ടറാണ്. രണ്ടാമത് ഈ ഗ്രീറ്റ തോംബർഗും യാവില എന്ന് പറയുന്ന ഒരു ആക്ടിവിസ്റ്റും കൂടി പുറത്തുവിട്ടിട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോ ഒന്ന് ലോകത്തിന് മുമ്പിൽ തന്നിട്ടുണ്ട്. അവർ ചോദിക്കുന്ന ഒരു ചോദ്യം, ഗാസയിൽ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന ലക്ഷക്കണക്കിന് ആളുകൾ വലിയ ദുരന്തത്തിലാണ്. അവർക്ക് മാനുഷികമായ സഹായം നൽകാൻ ഞങ്ങൾക്ക് എന്തുകൊണ്ടും അവകാശമുണ്ട്. കാരണം മാനുഷികമായി യുദ്ധത്തടവുകാർക്ക് പോലും ഭക്ഷണവും വെള്ളവും മരുന്നും കൊടുക്കുന്ന ഒരു നിയമമാണ് അന്താരാഷ്ട്ര തലത്തിലുള്ളത്. ഇവിടെ എന്താ സ്ഥിതി? പാവപ്പെട്ട മനുഷ്യരുടെ മേൽ ബോംബ് വർഷിക്കുന്നു. അവർ ഹമാസിനെ കുറ്റം പറയാം, ആരെ വേണേ കുറ്റം പറയാം. പക്ഷേ അതിനൊക്കെ അപ്പുറത്ത് ആ സ്ത്രീകളും കുട്ടികളും എന്താ പഴച്ചത്? അവർക്ക് ഈ മരുന്ന് എത്തിച്ചാൽ ഇവർക്ക് എന്താ കുഴപ്പം? അവർക്ക് ഈ മാനുഷികമായ ആവശ്യങ്ങൾ ഭക്ഷണവും മരുന്നൊക്കെ എത്തിച്ചാൽ ഇവർക്ക് എന്താ കുഴപ്പം? അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഗസയിലെ എല്ലാവരും ഇല്ലാതാകണം എന്നാണ് ഇസ്രായേലിന്റെ ടാക്ടിക്സ്. അല്ലെങ്കിൽ ഒരു കാരണവശാലും ഇസ്രായേലിനെതിരെ പറയുന്ന ഒന്നും ഉണ്ടാവരുത്. ഈ ഗ്രീറ്റ തോംബർഗിനെ പോലെയുള്ള ആക്ടിവിസ്റ്റുകൾ വളരെ കാലമായി പറയുന്ന ഒരു കാര്യമാണ്, നിരവധി ആളുകൾ. അപ്പോൾ ഇസ്രായേൽ ഒട്ടും തന്നെ മനുഷ്യത്വം ഇല്ലാത്ത തരത്തിൽ ആണ് ഈ കപ്പൽ തടഞ്ഞു വെച്ചിട്ടുള്ളത്. അത് വിട്ടുകിട്ടണം എന്ന അർത്ഥത്തിൽ ഉള്ള ആഹ്വാനങ്ങൾ വന്നിട്ടുണ്ട്. UN അതിൽ ഇടപെടുമെന്ന് നമുക്കറിയില്ല. ഈ മെഡലിൻ എന്ന് പറയുന്ന കപ്പൽ ഗസയിലെ ഒരു സ്ത്രീയുടെ പേരാണ്, ഒരു മീൻപിടുത്തക്കാരിയായ ഒരു സ്ത്രീയുടെ പേരിലാണ് ഈ കപ്പൽ ഉണ്ടായിട്ടുള്ളത്. അവരാദ്യമേ പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഈ യുദ്ധത്തിൽ ഒരു പങ്കുമില്ല, പക്ഷേ മനുഷ്യരെ മനുഷ്യരായി കാണാൻ കഴിയണം. അങ്ങനെ കാണാൻ ഇസ്രായേലിന് കഴിയില്ല എന്നിടത്താണ് ഇപ്പോൾ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായും ഇത് ഗസയ്ക്ക് അനുകൂലമായി ഇസ്രായേലിനെതിരായ ഒരു വികാരം ലോകത്ത് സൃഷ്ടിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്.